Dear friends, welcome back to another episode of my YouTube channel. My name is Ibad Rahman. നമ്മുടെ സുഹൃത്തുക്കൾ പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് ലാർജ് ഫയലുകൾ എങ്ങനെയാണ് ഇമെയിലിലൂടെ അയക്കാൻ സാധിക്കുക എന്നുള്ളത്. ഒരു കാര്യം ആദ്യമായിട്ട് വ്യക്തമാക്കണം, 25 MB കൂടുതൽ ഫയൽ ഒരിക്കലും ജിമെയിലിലൂടെ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അത് വീഡിയോ ആകട്ടെ ഇമേജ് ആകട്ടെ എന്ത് കാരണം വെച്ചാലും 25 MB ആണ് മാക്സിമം ജിമെയിൽ സപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണ കേസിൽ നമ്മുടെ സുഹൃത്തുക്കൾ വീഡിയോ ഫയൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്തിട്ട് 25 MB താഴെയായിട്ട് ഇത് ജിമെയിലിലൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള മെയിൻ പ്രോബ്ലം ഇതാണ്, വീഡിയോ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി ഓട്ടോമാറ്റിക്കലി കുറയും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വീഡിയോ അത് ക്വാളിറ്റിയോട് കൂടി കാണണമെങ്കിൽ മാത്രമേ അത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഇങ്ങനെ 25 MB കൂടുതലുള്ള ഫയലുകൾ എങ്ങനെയാണ് ജിമെയിലിലൂടെ അയക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. രണ്ട് രീതികളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഒന്ന്, ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ ഡ്രൈവ് വഴി നമുക്ക് ഫയൽ അയക്കാൻ സാധിക്കും. രണ്ടാമത്തെ രീതി വി ട്രാൻസ്ഫർ എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിലൂടെ നമുക്ക് നമ്മുടെ ലാർജ് ഫയലുകൾ നമുക്ക് അയക്കാൻ സാധിക്കും. ഞാൻ 1 by 1 ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ജി ഡ്രൈവിലൂടെ എങ്ങനെയാണ് ഒരു ഫയൽ അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് 25 MB കൂടുതലുള്ള ഫയൽ ജിമെയിലിലൂടെ അയക്കുന്നത് എന്നാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. ആദ്യമായി നമ്മളൊരു മെയിൽ കമ്പോസ് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ആർക്കാണോ അയക്കേണ്ടത് അവരുടെ പേര് ടൈപ്പ് ചെയ്യാം. മെയിൽ അയക്കുന്ന പോലെ തന്നെയാണ് സബ്ജക്റ്റ് ടൈപ്പ് ചെയ്യുന്നു, വീഡിയോ. ഓക്കെ, ഇതിന് താഴെയായിട്ട് ഒരു ബട്ടൺ ഉണ്ട്, ഇൻസേർട്ട് ഫയൽ യൂസിങ് ഡ്രൈവ്. അതായത് ഡ്രൈവിൽ നിന്ന് ഫയൽ ഇൻസേർട്ട് ചെയ്യണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. 25 MB കൂടുതലാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നോർമൽ നമ്മൾ ജിമെയിലിലൂടെ തന്നെ ആ ഫയൽ പോകുന്നതാണ്. ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ വരുന്നതാണ്. ഇതിൻ്റെ മേളിൽ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. കമ്പ്യൂട്ടറിൽ എവിടെയാണ് ഫയൽ കിടക്കുന്നത് നോക്കിയിട്ട് ആ ഫയൽ നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അതല്ല എന്നെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഇതിലേക്ക് നമുക്ക് ഇൻസേർട്ട് ആവുന്നതാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ഡ്രൈവിൽ കുറച്ച് ഫയൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതായിട്ട് ഞാനൊന്ന് കാണിക്കാം. മൈ ഡ്രൈവ് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഈ ഒരു ഫോട്ടോ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഈ ഫോട്ടോയിൽ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ഇൻസേർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഓട്ടോമാറ്റിക്കലി ഡ്രൈവിലുള്ള ഫയൽ എൻ്റെ കമ്പോസ് ഏരിയയിലേക്ക് വന്ന് ഇൻസേർട്ട് ആയിരിക്കുകയാണ്. ഇനി താഴെ വന്നിട്ട് സെൻഡ് ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ഈ ഫയൽ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണ് സെൻഡ് ആയിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് ജി ഡ്രൈവ് വഴി ഒരു ഫയൽ നമ്മൾ ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് അയച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു സ്റ്റെപ്പ്, അതായത് വേറൊരു വെബ്സൈറ്റ് വഴി നമുക്ക് ലാർജ് ഫയലുകൾ അയക്കാൻ സാധിക്കും. ആ വെബ്സൈറ്റിൻ്റെ പേരാണ് WeTransfer.com. ഞാൻ അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. വി ട്രാൻസ്ഫർ എന്ന വെബ്സൈറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ലഭിക്കുന്നത്. അതിൻ്റെ താഴെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ പറയുന്നുണ്ട്, അത് ആദ്യം എഗ്രി ചെയ്യുക. ഇനി ആഡ് ഫയൽ, അതായത് 2 GB വരെയുള്ള ഫയൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ഫയൽ എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടെയാണോ നമ്മുടെ ഫയൽ ഉള്ളത് അത് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഇനി ആർക്കാണോ ഇമെയിൽ അയച്ചു കൊടുക്കേണ്ടത് അയാളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇനി ആരാണോ അയക്കുന്നത് അവരുടെ ഇമെയിൽ അഡ്രസ്സ് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. പിന്നെ മെസ്സേജ് ടൈപ്പ് ചെയ്യാം. എന്താണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ദെൻ ട്രാൻസ്ഫർ. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫയൽ ഓട്ടോമാറ്റിക്കലി വി ട്രാൻസ്ഫറിൻ്റെ സെർവറിലേക്ക് അറ്റാച്ച് ആവുകയാണ് കാണുന്നത്. ഇപ്പോൾ ഞാൻ അറ്റാച്ച് ചെയ്ത ഫയൽ വി ട്രാൻസ്ഫറിൻ്റെ സെർവറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഓൾറെഡി ആ ഫയൽ പോയി കഴിഞ്ഞു. ആർക്കാണോ നമ്മൾ അയക്കേണ്ടിരുന്ന ആ വ്യക്തിക്ക് ആ ഫയൽ പോയി കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, 7 ദിവസം മാത്രമായിരിക്കും ഈ കണ്ടന്റിന്റെ കാലാവധി. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ്. അപ്പോൾ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണം. ഞാനിപ്പോൾ വി ട്രാൻസ്ഫറിലൂടെ ട്രാൻസ്ഫർ ചെയ്ത ഫയൽ എൻ്റെ മെയിലിൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരാം. ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ലാർജ് ഫയലുകൾ നമ്മൾ മെയിലിലൂടെ അയക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ലാർജ് ഫയലുകൾ അയക്കാനുള്ള മെത്തേഡ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇമെയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഒരു ബെല്ലിൻ്റെ ഐക്കൺ കാണാം, അതുകൂടെ നിങ്ങൾ ഇനേബിൾ ചെയ്യണം. പിന്നെ മറ്റൊരു പ്രൊമോഷൻ മെത്തേഡാണ് വാട്സപ്പിലൂടെ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും. നിങ്ങൾക്ക് വാട്സപ്പിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ 9746029915 ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. ആ വാട്സപ്പിലേക്ക് നിങ്ങൾ ടെക്സ്റ്റ് എന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ വാട്സപ്പിൽ ലഭിക്കുന്നതാണ്. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആഴ്ച 2 ദിവസം ഞാൻ അതിലൂടെ ലൈവായിട്ട് നിങ്ങളോട് സംവദിക്കുന്നതാണ്. എൻ്റെ ഫേസ്ബുക്ക് URL ഇതാണ്, facebook.com/ibadrahmantech.
എന്ന പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആഴ്ച 2 ദിവസം ഞാൻ നിങ്ങളോട് ലൈവായിട്ട് സംവദിക്കുന്നതാണ്. പുതിയ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. See you the next time. Bye.